സലീം, അല്പസമയം മുൻപാണ് യുവമോർച്ചയുടെ ഒരു ഫേസ്ബുക്ക് പോസ്റ്റ് ചെയ്യാൻ പ്രഫുൽ കൃഷ്ണൻ ഇടുന്നത്. മുകേഷിനെ പങ്കെടുപ്പിച്ചുള്ള സിനിമാ കോൺക്ലേവ് കേരളത്തിൽ നടത്തിക്കില്ല യുവമോർച്ച എന്ന പ്രസ്താവന. അത് കെ സുരേന്ദ്രൻ പറയുന്നുണ്ട്. മുകേഷ് രാജി ആവശ്യപ്പെടുമെന്ന് പറയുന്നുണ്ട്. സുരേഷ് ഗോപി കട്ടയ്ക്കും കൂടെ മുകേഷിൻ്റെ കൂടെ ആരോപണങ്ങളെയൊക്കെ തള്ളിക്കൊണ്ട് മുകേഷിനെ ചേർത്ത് പിടിക്കുന്ന കാഴ്ച കാണുന്നു. ഇത് സംസ്ഥാന BJPക്ക് ഉണ്ടാക്കുന്ന തലവേദന എത്രത്തോളം വലുതാണ്. അത് മാത്രമല്ല സലീം, അദ്ദേഹത്തിന് ഒരു കേന്ദ്രമന്ത്രി പദവി എന്ന് പറയുന്നതിന് വലിയ വില നമ്മൾ നൽകുന്നതാണ്. അദ്ദേഹത്തിൻ്റെ സിനിമകളെക്കാൾ വലുതല്ല അദ്ദേഹത്തിന് കേന്ദ്രമന്ത്രി പദവി എന്നൊക്കെ പരസ്യ പ്രതികരണങ്ങൾ നടത്തിയ കൂടി പശ്ചാത്തലത്തിൽ സലീം. ഹാഷ്മി, സുരേഷ് ഗോപി പിടിച്ചു തള്ളിയത് ഒരുപക്ഷെ സംസ്ഥാന BJP അധ്യക്ഷൻ കെ സുരേന്ദ്രനെയും ഈ പ്രഫുൽ കൃഷ്ണനെയും ഒക്കെ ആയിരിക്കും. അതൊരു മാധ്യമപ്രവർത്തകനെ ആയിരിക്കില്ല എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. മാത്രമല്ല സുരേഷ് ഗോപിയെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹത്തിന് കമ്മീഷണർ സിനിമയുടെ സെറ്റിൽ നിന്ന് കേന്ദ്രമന്ത്രി കസേരയിലേക്ക് ഇതുവരെ ബസ് കിട്ടിയിട്ടില്ല എന്നാണ് ഈ പ്രകടനങ്ങളൊക്കെ കാണിക്കുന്നത്. മാത്രമല്ല അദ്ദേഹത്തിൻ്റെ തന്നെ ഒരു സിനിമയുണ്ട്. ആ സിനിമയുടെ പേര് രാഷ്ട്രം എന്നാണെന്നാണ് ഞാൻ ഓർക്കുന്നത്. ആ സിനിമയിൽ അദ്ദേഹം ഒരു മുഖ്യമന്ത്രി ആയിട്ടാണ് ആ കഥാപാത്രം മുഖ്യമന്ത്രി നടുറോഡിൽ ഈ കാറിൽ നിന്നിറങ്ങി മുണ്ടൊക്കെ മടക്കി കൂത്തി വരുന്നവർ വരണടാ നമുക്ക് തല്ലി തീർക്കാം എന്നൊക്കെ പറയുന്ന തരത്തിലുള്ള ഒരു മുഖ്യമന്ത്രി കഥാപാത്രമാണ്. അവിടെയൊക്കെ നിൽക്കുകയാണ് സുരേഷ് ഗോപി എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. പക്ഷെ അതിന്റെ ഡാമേജ് നമ്മൾ മാധ്യമപ്രവർത്തകർക്കൊന്നുമല്ല, ആ പാർട്ടിക്ക് തന്നെയാണ് എന്ന് പറയട്ടെ. കാരണം ഇദ്ദേഹത്തിൻ്റെയൊക്കെ തന്നെ സിനിമാ ഡയലോഗിന്റെ ഭാഷയിലൊക്കെ പറഞ്ഞാൽ ഇദ്ദേഹത്തിന് വേണ്ടി മണിക്കൂറുകളോളം പോയി ക്യൂ നിന്ന് വെയിൽ കൊണ്ട് അങ്ങനെ കയ്യിൽ മഷി പുരട്ടി വോട്ട് ചെയ്ത് അങ്ങ് തെരഞ്ഞെടുത്ത് അതിനുശേഷം കേന്ദ്രമന്ത്രിയാക്കിയതാണ്. അദ്ദേഹത്തിനോട് ഇത്തരത്തിലുള്ള കാര്യങ്ങളിൽ മാധ്യമപ്രവർത്തകർ ചോദിക്കും. അത് മാധ്യമപ്രവർത്തകരുടെ അവകാശം എന്നതിനപ്പുറത്തേക്ക് സാധാരണ മനുഷ്യരുടെ അറിയാനുള്ള അവകാശമാണ്. ഈ വിഷയത്തിലൊക്കെ എന്തെങ്കിലും പ്രതികരണം ഈ കേന്ദ്രമന്ത്രി എന്ന മഹാനൊക്കെ ഉണ്ടോ എന്നുള്ള സാധാരണ മനുഷ്യരുടെ അറിയാനുള്ള അവകാശത്തിന് വേണ്ടിയാണ് നമ്മൾ പോകുന്നത്. അതിലൊരു പ്രതികരണം നടത്തുന്നത് ഒരു കേന്ദ്രമന്ത്രിയോടാണ്, ഒരു MPയോടാണ്. മാത്രമല്ല അത് ആ സിനിമാ മേഖലയിൽ നിന്നുകൂടിയുള്ള ഒരാളാകുമ്പോൾ സ്വാഭാവികമായും ചോദിക്കും. അതിങ്ങനെ ഇത്ര വലിയ പ്രകോപനം ഉണ്ടാക്കുന്നത് സ്വാഭാവികമായും അത് മാധ്യമപ്രവർത്തകർക്കല്ല ഡാമേജ് ഉണ്ടാക്കുന്നത്, BJPക്ക് തന്നെയാണ്. ആ ഡാമേജ് നേരത്തെ കെ സുരേന്ദ്രൻ നല്ല വൃത്തിക്ക് അനുഭവിച്ചതുമാണ്. കാരണം ഒരു വാർത്താ സമ്മേളനം കെ സുരേന്ദ്രൻ തന്നെ വിളിച്ചു. അതിൽ മുകേഷ് രാജിവെക്കണമെന്നൊരു ആവശ്യം ഉന്നയിച്ചു. മുകേഷ് രാജിവെച്ചില്ലെങ്കിൽ വലിയ പ്രക്ഷോഭങ്ങൾ BJP സംഘടിപ്പിക്കുമെന്നൊക്കെ പറഞ്ഞു. അപ്പോഴൊക്കെ ഈ മാധ്യമപ്രവർത്തകർ ഈ കെ സുരേന്ദ്രനോട് ചോദിച്ചത് എങ്കിൽ പിന്നെ സുരേഷ് ഗോപിയുടെ നിലപാട് ഇങ്ങനെയാണല്ലോ എന്നായിരുന്നു. അതിന് വല്ലാതെ വിയർത്തുകൊണ്ട് മറുപടി പറയേണ്ട ഒരു ഗതികേട് കെ സുരേന്ദ്രന് പോലും വന്നു. കാരണം കെ സുരേന്ദ്രൻ ഈ നിലപാട് തള്ളി പാർട്ടിയുടെ നിലപാട് പാർട്ടി അധ്യക്ഷൻ പറയും, അതിനാണ് താൻ ഇവിടെ ഇരിക്കുന്നത്, അത് മറ്റുള്ളവർ ഏറ്റെടുക്കും, പാർട്ടിക്ക് അതാണ് തീരുമാനം, പാർട്ടിയുടെ തീരുമാനം മുകേഷിനെ തടയുക എന്നുള്ളതാണ്, പാർട്ടിയുടെ തീരുമാനം മുകേഷ് രാജിവെക്കുക എന്നുള്ളതാണ് എന്നൊക്കെ കെ സുരേന്ദ്രൻ പറയുകയും ചെയ്തു. അതുകൊണ്ട് തന്നെ ഇനി BJP നേതാക്കൾ, കെ സുരേന്ദ്രൻ മാത്രമല്ല, കൊള്ളാവുന്ന അതല്ലെങ്കിൽ മാധ്യമങ്ങളോട് വൃത്തിക്ക് മര്യാദയ്ക്ക് സംസാരിക്കുന്ന BJP നേതാക്കളൊക്കെ ഫേസ് ചെയ്യാൻ പോകുന്ന ചോദ്യം സുരേഷ് ഗോപിയുടെ നിലപാട് ഇതല്ലല്ലോ എന്നാണ്. അതുകൊണ്ട് തന്നെ സ്വാഭാവികമായും ഇതിൽ പ്രതിരോധത്തിലാവുക മറ്റ് BJP നേതാക്കളാണ്. സുരേഷ് ഗോപിയെ സംബന്ധിച്ചിടത്തോളം ഇങ്ങനെയൊക്കെ പിടിച്ചു തള്ളും സിനിമാ ഡയലോഗുമൊക്കെ ഈ സിനിമാ ലൊക്കേഷന് പുറത്തും മാധ്യമപ്രവർത്തകരുടെ മുൻപിലൊക്കെ എടുത്ത് അങ്ങനെ വിരട്ടി അങ്ങ് പോയാൽ മതി. പക്ഷേ ഈ BJPക്ക് വേണ്ടി പണിയെടുക്കുന്ന, താഴെത്തട്ടിൽ പണിയെടുക്കുന്നവരും മുകളിൽ പണിയെടുക്കുന്നവരുമായിട്ടുള്ള മാധ്യമങ്ങളോട് വൃത്തിക്ക് സംസാരിക്കുന്ന നേതാക്കൾ ഇനി ഇതിൽ മറുപടി പറയണമെന്നുള്ളതാണ് അവരുടെ കഷ്ടം. മാത്രമല്ല യുവമോർച്ച ഇന്നലെയും കൊല്ലത്ത് മുകേഷിന്റെ വസതിയിലേക്ക് മാർച്ച് നടത്തിയിരുന്നു. അല്പസമയം മുൻപ് കെ സുരേന്ദ്രൻ തന്നെ പറഞ്ഞിരുന്നത് കോൺക്ലേവിൽ മുകേഷിനെ പങ്കെടുപ്പിച്ചുകൊണ്ട് ഒരു കോൺക്ലേവ് സംഘടിപ്പിക്കില്ല, അഥവാ സംഘടിപ്പിച്ചാൽ തടയുക മുകേഷിനെ ആയിരിക്കില്ല, കോൺക്ലേവ് അപ്പാടെ തടയുകയായിരിക്കുമെന്നാണ് BJP പറയുന്നത്. BJP അങ്ങനെ ഒരു നിലപാടെടുക്കുമ്പോൾ അതിൽ നിന്നും തീർത്തും വിഭിന്നമായി മുകേഷിന് ഇതാ ഞാനുണ്ട്, BJP പെടാൻ പോകുന്ന പെടൽ ചെറിയ പെടലല്ല. കാര്യം ആ കോൺക്ലേവിലേക്ക് ഒരുപക്ഷെ സുരേഷ് ഗോപിക്ക് ക്ഷണമുണ്ടാകും. കാര്യം കേരളത്തിൽ നിന്നുള്ള കേന്ദ്രമന്ത്രിയാണ്, മാത്രമല്ല സിനിമാ മേഖലയിൽ നിന്ന് ആളാണ്. അപ്പോൾ കോൺക്ലേവിലേക്ക് ക്ഷണമുണ്ടെങ്കിൽ മുകേഷിനൊക്കെ ഇത്രത്തോളം പിന്തുണ പ്രഖ്യാപിക്കുന്ന സുരേഷ് ഗോപി ആ കോൺക്ലേവിലേക്ക് ഉറപ്പായും എത്തിച്ചേരുകയും ചെയ്യും. കാര്യം സിനിമാ മേഖല അദ്ദേഹത്തിൻ്റെ അദ്ദേഹം അത്രത്തോളം എന്നാൽ സിനിമയിൽ അഭിനയിച്ചില്ലെങ്കിൽ ഞാൻ ചത്തുപോകും എന്നൊക്കെയാണ് അദ്ദേഹം പറഞ്ഞത്. അപ്പോൾ അത് അത്രത്തോളം പാഷനുള്ള മേഖലയാണ്. അപ്പോൾ ആ കോൺക്ലേവിലേക്ക് സുരേഷ് ഗോപി വരും. അപ്പോൾ അവിടെ യുവമോർച്ച കരിങ്കൊടി തടയാൻ നിന്നാൽ യുവമോർച്ച BJP പ്രവർത്തകർ ആരെ കരിങ്കൊടി കാണിക്കും, എവിടെ തടയും എന്നൊക്കെയുള്ള ചോദ്യങ്ങൾ ഉറപ്പായും അവിടെ നിൽക്കുന്നുണ്ട്. എന്തായാലും നേരത്തെ സലീം മാലിക് പറഞ്ഞ കഷ്ടം എന്ന വാക്കാണ് ചേരുക. ഇനിയിപ്പോൾ സുരേഷ് ഗോപിയുടെ ഈ അങ്ങേയറ്റം അമച്ചറായ പെരുമാറ്റത്തിൽ മറുപടി പറയേണ്ടി വരിക ദൗർഭാഗ്യവശാൽ BJP സംസ്ഥാന അധ്യക്ഷൻ വീണ്ടും കെ സുരേന്ദ്രനാണ്.